എൻ്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുമ്പോഴും നമ്മളിങ്ങനെ കൂടാറുണ്ട്, കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പനിച്ച് കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവർ. ഓൾറെഡി ഞങ്ങളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് ഞാൻ എത്താത്തത് കൊണ്ട് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ അവർ കയറി വന്നത്. ഞാൻ പനിച്ച് കിടക്കാൻ, അപ്പോൾ എനിക്ക് അവരെ കാണാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം തീർക്കാൻ വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവർ വന്നതുണ്ടായിരുന്നു. ഫുഡൊക്കെ വന്നു, നിങ്ങളിപ്പോൾ കണ്ടല്ലോ കാഴ്ച. ഫുഡൊക്കെ കൊണ്ടുവന്നു, അത് ഞങ്ങളതൊക്കെ വാങ്ങിച്ചു. എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും അവരുടെ കുട്ടികളും ഫാമിലിയൊക്കെ പാടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കുറേ സമയം, ഏകദേശം ഒരു 4:30 4:45 സമയത്ത് ഇതിനകത്ത് കാണുന്ന കണ്ണട വെച്ചാളല്ലേ, അവനാട്ടോ ഗൾഫിൽ നിന്ന് വന്നത്, റഫീക്ക്. അപ്പോൾ അവൻ വന്നപ്പോൾ കുറേ ആയില്ലേ നാട്ടിൽ വന്നിട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഒരുമിച്ച് കൂടിയതാണ്. അപ്പം നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ, വിവേകാണെങ്കിലും റഫീഖാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മളിങ്ങനെ കൂടാറുണ്ട്. പിന്നെ കുറേ വർഷങ്ങളും മാസങ്ങളും കൂടുമ്പോൾ ഒന്നുകൂടെ കൂടും. അങ്ങനെ ഞാനൊരു കാരമൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കാരമൽ ചെയ്തിട്ട് നല്ല പാൽ ചായ ഉണ്ടാക്കാൻ. പക്ഷേ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരമൽ ചെയ്തിട്ട് ചായ ഉണ്ടാക്കുന്നത്. യൂട്യൂബിലൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് ഭയങ്കര സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടീയുടെ അതേ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാരമൽ ചെയ്ത് വല്ലാണ്ട് കാരമൽ ചെയ്യുമ്പോൾ ഒരു കയ്പ്പ് രസം വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു കളറിൽ നമ്മൾ കാരമൽ ചെയ്താൽ മതി. എന്നതിന് ശേഷം പാലൊഴിക്കാറുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലൊക്കെ ആവുന്നുണ്ടെങ്കിലും നന്നായി തിളച്ച് വരുമ്പോൾ അതൊക്കെ അതിനോട് ലയിച്ച് ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി, നമ്മൾ ബിസ്മില്ലേന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും നാനയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നല്ല സന്തോഷത്തോടു കൂടെ കഴിച്ച് നല്ല രാത്രിയാണ്, ഏകദേശം 8 മണി 9 മണി ആവാനായിട്ടാണ് അവർ പോകുമ്പോൾ. എൻ്റെ പനിയൊക്കെ അതോടെ പോയി. നമ്മൾ കാണാതെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇതാണ് ചായ. ഇപ്പം ഇങ്ങനെ കാണുമ്പം അതിൻ്റെ ഒരു ഭംഗിയൊന്നും കാണുന്നില്ലെങ്കിലും കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടേബിളിലല്ല ഇരുന്നത്, പിള്ളേരെല്ലാവരെയും കൂടി നമ്മൾ ടേബിളിൽ വരുത്തിയിട്ട് നമ്മൾ ആ പഴയ സ്റ്റൈലിൽ താഴെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് കഴിച്ചത് പറയുമ്പോഴേ എൻ്റെ വായിൽ വെള്ളം വരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ കുറച്ച് പേര് കാറിലും കുറച്ച് പേര് വണ്ടിയിലൊക്കെ ആയിട്ട് പോയിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.